കൊക്ക 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 കൊക്ക. ഇവിടെയൊക്കെ എന്തൊരു മാറ്റം. ഈ വഴിയായിരുന്നല്ലോ അവളുടെ വീട്. ഇനി വീട് മാറിപ്പോയോ? അതാ ഒരു വീട്. അങ്ങോട്ട് പോയൊന്ന് അന്വേഷിക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ട കഥ പറയാമെന്ന്, അതിന്ന് പറ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പണ്ടാരനെയാ. നിനക്ക് പേടിയാവും. പണ്ടാരനോ? അതാരാ? 2 കണ്ണും നീണ്ട ചുണ്ടും തലി കൊമ്പുള്ള ഒരു ഭയങ്കര ജീവിയാ പണ്ടാരൻ. വാലില്ലല്ലോ പണ്ടാരന്. ആര് പറഞ്ഞു വാലില്ലെന്ന്? വലിയ വാലും 2 ചിറകുമുണ്ട് പണ്ടാരന്. രാത്രി ഇങ്ങനെ പമ്മി പമ്മി നടക്കും. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പറന്ന് മരത്തിന്റെ മുകളിലേക്ക് കയറും. പടപട പടപടാ. ചേച്ചി ആരോ വന്നു. പണ്ടാരനായിരിക്കും. ആരാ? എന്താ? തളിച്ചിക്കോഴിയുടെ വീട് എവിടാ മോളെ? വഴിയൊക്കെ ഞാൻ മറന്നുപോയി, ഒന്ന് പറഞ്ഞതാ. കോഴിയമ്മയുടെ വീടാണോ? അതെ, കോഴിയമ്മയുടെ വീട് തന്നെ. മിടുക്കി. ഞാൻ അവളുടെ മുത്തച്ഛനാ, പൂവൻ. ആണോ? ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഒരാൽമരമുണ്ട്. ആൽമരം കഴിഞ്ഞ് പോകുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി പോയാ മതി. കോഴിയമ്മയുടെ വീടായി. കുറെ നടക്കണം. ശരി ശരി, വളരെ ഉപകാരം മോളെ. പണ്ടാരൻ പോയി. ഏയ് പണ്ടാരാ. ഏതായാലും ഒന്നിരിക്കാം. അയ്യ, നല്ല കാറ്റ്. ഏതാ ഈ വയസ്സൻ കോഴി? കണ്ടിട്ട് ഇവിടെ എങ്ങും ഉള്ളതല്ല, വഴിതെറ്റി വന്നതാവും. ഒരനക്കവുമില്ല. ഒരു തമാശ ഒപ്പിച്ചാലോ? വാ വാ വാ. എന്താ പിള്ളേര് വെള്ളം വയ്ക്കുന്നത്? വഴി മറന്നുപോയല്ലോ. പിള്ളേരെ, ഈ തടിച്ചുകോഴിയുടെ വീട് ഇങ്ങോട്ടോ അങ്ങോട്ടോ? പതിയെ നടക്കാം. ഹായ് മാമ്പഴം. എത്തുന്നില്ലല്ലോ. അയ്യോ, എന്റെ മാമ്പഴം. അയ്യോ, മാങ്ങയോ? എന്തായാലും ആ തടിച്ചിയുടെ മക്കൾക്ക് കൊടുക്കാം. അതെന്റെ മാമ്പഴമാണ്. ഇടാ കുഞ്ഞാ, ഈ മാവിൽ കായ്ക്കുന്നതൊക്കെ നിന്റെ വാങ്ങാവുന്നത് എങ്ങനെയാ? ഞാനാ അത് താഴെ ഇട്ടത്. കള്ളം പറയാതെ കൊച്ചെന്നെ, ഇത് കാറ്റടിച്ച് താഴെ വീണതാ. ഇതേ ഞാൻ എടുക്കും. ഈ കിഴവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ, ഞാൻ ചത്തേ. അയ്യോ കിട്ടു ഉറങ്ങി.
അമ്മ വരുന്നതിന് മുമ്പ് തിരികെ എത്തണം. നീ എങ്ങോട്ടാ അപ്പോ? ഞാനെന്റെ വള്ളിയും പാട്ടയും അന്വേഷിച്ച് ഇറങ്ങിയതാ. അതെവിടെ പോയി? ഒന്നും പറയണ്ട, ആലോചിക്കുമ്പോഴേ ചിരി വരുന്നു. കഷ്ടമായിപ്പോയി അപ്പു. ആ അപ്പൂപ്പനോട് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. പാവം അപ്പൂപ്പൻ രാവിലെ എന്നോട് വന്ന് വഴി ചോദിച്ചതാ. പക്ഷെ നിന്റെ അടുത്ത് എങ്ങനെ എത്തി? വാ അപ്പു, നമുക്ക് അപ്പൂപ്പനെ കണ്ടുപിടിക്കാം, എന്നിട്ട് വീട്ടിലെത്തിക്കാം. വാ. എനിക്ക് ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഓടി വായോ. വാ അപ്പു, നമുക്ക് നോക്കാം. അയ്യോ അപ്പൂപ്പാ. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ. അയ്യോ. വാ അപ്പു. അപ്പൂപ്പൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒന്നും പറയണ്ട. ആ വികൃതി പിടിച്ച പച്ചത്തുള്ളന്മാരാ എന്നെ വഴി തെറ്റിച്ചത്. ഓ വാ അപ്പൂപ്പ, അപ്പൂപ്പനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അതെ, മൂത്തവരോട് അല്പം കൂടി വിനയമാകാം. നിങ്ങൾ ആ കാർട്ടൂനെ കണ്ടു പഠിക്കേ. ഇത് എടുത്തോ, എടുത്തോ. ഇതൊരു ശല്യമായല്ലോ. എന്തൊരു ശബ്ദം, എനിക്ക് തലവേദനിക്കുന്നു. നീ ആരാണ്? എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്നെ അറിയില്ലെന്നോ? ഞാനൊരു തേനീച്ചയാണ്. ഈച്ച ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ തേനീച്ചയെ കേൾക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാ. ഞങ്ങളെ പോലത്തെ തേനീച്ചകളാണ് തേനുണ്ടാക്കുന്നത്. തേനോ? അതെന്താണ്? വാ, കാട്ടിത്തരാം.
കളിക്കുകയാണോ? ആട്ടെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളോ? എന്റെ വീട്ടിലേക്ക്. ദാ നമ്മളെത്തി. എവിടെ? എവിടെ നിന്റെ വീട്? ദേ മുകളിലോട്ട് നോക്ക്. പേടിക്കണ്ട ചങ്ങാതി, ഒരു കായ വീണതാണ്. അതിനാണ് ഇത്രയും ബഹളം. ഹോ, ഇപ്പൊ സമാധാനമായി. എന്നാൽ ഞാൻ ഈ മരച്ചോട്ടിലിരിക്കാം. ഹായ്, നല്ല കാറ്റ്, എത്ര നല്ല സ്ഥലം. ഹാ. ഹോ, എന്തുമാത്രം തേനീച്ചകൾ! നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ പൂക്കളിൽ നിന്നും പൂന്തേൻ ശേഖരിച്ച് കൂട്ടിൽ കൊണ്ട് വെക്കും. അത് ശരി. അപ്പോൾ തേൻ ശേഖരിക്കാനാണല്ലേ നീ നേരത്തെ പൂവിൽ പോയിരുന്നത്? അതെ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. വാ പൂപ്പി. ഹായ്, അതിശയം തന്നെ. ഇതാണ് ഞങ്ങളുടെ വീട്. വീടോ? ഇതൊരു കൊട്ടാരം പോലെയുണ്ട്. ആ, അതുപോലൊക്കെ തന്നെ. ഇവിടെ എല്ലാവർക്കും ഓരോ ജോലിയുണ്ട്. ഈ നിൽക്കുന്നതാണ് പാറാവുകാരൻ. ദാ ആ പോകുന്നത് ജോലിക്കാരാണ്. അപ്പോ നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലേ? ആ അതെ, ഒത്തിരി പേർ. റാണി, പിന്നെ ആൺ തേനീച്ചകൾ, പിന്നെ ഞങ്ങൾ ജോലിക്കാർ. പെൺ തേനീച്ചകളാണ് ജോലിക്കാരാവുന്നത്. വാ, എല്ലാവരെയും കാണിച്ചു തരാം. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഓരോ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോ എന്താണ് നിന്റെ ജോലി? ഇങ്ങനെ കറങ്ങി നടക്കലാണോ? ഏയ്, എന്നെ പോലത്തെ തേനീച്ചകളാണ് പൂവിൽ നിന്നും തേൻ ശേഖരിക്കുന്നത്. പിന്നെ കൂടുണ്ടാക്കൽ, കൂട് വൃത്തിയാക്കൽ, തേനുണ്ടാക്കൽ, പിന്നെ ചിലപ്പോഴൊക്കെ പട്ടാളക്കാരന്റെ ജോലിയും. ആണോ? എന്തുമാത്രം ജോലിക്കാർ! ദേ നോക്കൂ, ഒരു തേനീച്ച തേൻ കൊണ്ടുവന്ന അറകളിൽ വെക്കുന്നത് കണ്ടോ? ഇനി ആ അറകൾക്ക് മുകളിൽ അങ്ങനെ ചിറകുകൾ കൊണ്ട് വീശും. അപ്പോൾ പൂന്തേനിലെ വെള്ളമെല്ലാം പോയി തേനായി മാറും. കൊള്ളാം കൊള്ളാം, അത്ഭുതം തന്നെ. ഹായ്, കുഞ്ഞു വാവകൾ. അതെ, അവ 2 ദിവസം മുമ്പ് വിരിഞ്ഞതാണ്. വാ വാ വാ, നിനക്ക് ഞാനൊരു കാര്യം കാട്ടിത്തരാം. എന്ത് കാര്യം? വന്നേ. അയ്യോ, ഇതെന്താ? നൃത്തമാണല്ലോ. നിങ്ങൾക്കിവിടെ പാട്ടും കൂത്തും എല്ലാം ഉണ്ടല്ലോ. അയ്യോ, ഇത് പാട്ടും കൂത്തൊന്നല്ല. തേൻ എവിടെയാണ് കണ്ടെത്തിയതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയുള്ള നൃത്തമാണ്. അതിശയം തന്നെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ. ഹായ്, എന്തൊരു മധുരം! തേനിന് ഇത്രയും മധുരമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നത്? ഏയ് ഏയ്, കണ്ണു തുറക്കൂ. എവിടെ എവിടെ തേനീച്ചകൾ? അവർ നൃത്തം വെക്കുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ ഒരുമിച്ചല്ലേ നിന്റെ വീട്ടിൽ പോയത്? നീ സ്വപ്നം കണ്ടതായിരിക്കും. നീ ഉറങ്ങുകയായിരുന്നു. ആണോ? അപ്പൊ സ്വപ്നമായിരുന്നല്ലേ? നല്ല മധുരമുള്ള സ്വപ്നം. ആന വരുന്നേ, ആന വരുന്നേ.
പൂജാരി കാട്ടിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ, എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. ഓ, കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോൾ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാം ആ പൂജാരി അപ്പൂപ്പൻ്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി.
എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി. ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ ഒരു വായാടിയായ ആമച്ചേട്ടൻ താമസിച്ചിരുന്നു. Lagu ko bait nung vidro, livro, usti hasal na darawa, milingi, ihalas na maglagu ko. Mamarkara pa nito pa sa chuk, unong ragot na nalalawadi, masa vidro. ആമച്ചേട്ടന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു വെളുത്ത 2 കൊക്കുകൾ. ഒരു വായാടിയായിരുന്ന ആമച്ചേട്ടൻ തടാകത്തിലെ കഥകളും കാട്ടിലെ വിശേഷങ്ങളും സരസമായി പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചിരുന്നു. അങ്ങനെയിരിക്കെ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചു. തടാകത്തിലെ വെള്ളം വറ്റി. ഇങ്ങനെ പോയാ മീനുകൾക്കൊപ്പം ഞാനും ചാവും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവിടെ കിടന്നാ ഞാൻ ചത്തുപോകും. ശരിയാണ്, ആമച്ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് കൊക്കുകളായ ഞങ്ങൾക്ക് ആമച്ചേട്ടനെ കൊണ്ടുപോകാൻ കഴിയുക? ഞാനൊരു കമ്പിന്റെ നടുവിൽ കടിച്ചു തൂങ്ങിക്കിടക്കാം. നിങ്ങൾ 2 പേരും കമ്പിന്റെ 2 അറ്റത്തും കൊത്തിക്കൊണ്ട് പറക്കണം. സൂത്രം കൊള്ളാം. പക്ഷെ ഒരു കാര്യം, പറക്കുന്നതിനിടയിൽ വാ തുറക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ഞാൻ സംസാരിക്കില്ല. ആമച്ചേട്ടൻ ആദ്യം ഒന്ന് വിരണ്ടെങ്കിലും ആകാശയാത്ര നല്ല രസമായി തോന്നി. വായാടിയായ ആമച്ചേട്ടനാണെങ്കിലോ ഒന്നും സംസാരിക്കാൻ കഴിയാത്തതിൽ മാത്രമേ വിഷമമുണ്ടായിരുന്നുള്ളൂ.
2 കൊക്കുകൾ ആമയെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ കാക്കയ്ക്ക് കൗതുകം തോന്നി. കാക്ക ആമച്ചേട്ടനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ഇതെന്താ ആമ പറക്കുന്നോ? കാക്കയുടെ പരിഹാസം കേട്ടപ്പോ ആമച്ചേട്ടന് സഹിച്ചില്ല. മറുപടി പറയാൻ വാ തുറന്നതും കമ്പിലെ പിടിവിട്ടതും ഒന്നിച്ചായിരുന്നു. അയ്യോ! ആമച്ചേട്ടൻ തനിക്ക് പറ്റിയ അമളിയോർത്ത് ഇളിഭ്യനായി മടങ്ങി.